പ്രൈസ് ഗാഡ്. മക്കളെ ദേ ഇങ്ങോട്ട് നോക്കിക്കേ. ഹായ്, നല്ല പൊരിച്ചുമീനിൻ്റെ മണമുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്, നിങ്ങളുടെ മുമ്പിലും ഉള്ളത്. വെള്ളമുണ്ട്, ഫുഡുണ്ട്. വിചാരിക്കുക, ഫുഡില്ലാതെ മനുഷ്യന് എത്ര കാലം ജീവിക്കാൻ പറ്റും? സാധാരണ നമ്മൾ പറയാറില്ലേ, ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണം, അല്ലേ? ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ഉറക്കം, ഇതൊക്കെ അടിസ്ഥാന ആവശ്യമാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദേ ഫ്രണ്ടിലിരിക്കുന്നത്. ഇതുപോലെ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ ഒരാൾക്ക് എത്ര കാലം ജീവിക്കാം എന്ന് പറഞ്ഞേ? ഒരു ദിവസം, 2 ദിവസം, വിചാരിക്കുക 2 ആഴ്ച വേണ്ട 3 ആഴ്ച ഒരാൾ ഭക്ഷണം കഴിക്കുന്നില്ല, എന്താ സംഭവിക്കുക? എന്തായിരിക്കും സംഭവിക്കുക? ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എന്നാ സിസ്റ്റർ പറയട്ടെ. ഒന്ന്, ക്ഷീണമായിരിക്കും, അല്ലേ? നല്ല തളർച്ചയായിരിക്കും, ഭക്ഷണം കഴിക്കുന്നില്ല കുറച്ച് ദിവസമായി. പിന്നെ എന്താ, കിടക്കയിലായിരിക്കും, മിക്കപ്പോഴും കിടക്കും, ഇരിക്കാനുള്ള ശക്തിയില്ല, നടക്കാനുള്ള ശക്തിയില്ല, ഉറക്കം. ഓക്കെ, എപ്പോഴും കണ്ണടച്ച് ഉറങ്ങും. പിന്നെയോ, ഏകാഗ്രത കുറയും. ഓക്കെ, ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള കപ്പാസിറ്റി കുറയും. ഓക്കെ, രണ്ടാമത്തേതിന് ഓർമ്മശക്തി നഷ്ടപ്പെടും. മൂന്നാമത്, നേരത്തെ പറഞ്ഞതുപോലെ ക്ഷീണം കൂടും, ഒപ്പം പേടി വരും. പേടി ക്രമേണ കൂടി അതൊരു ഭയത്തിലേക്ക് നയിക്കും, അത് ക്രമേണ ഉത്കണ്ഠയിലേക്ക് നയിക്കും, ഒറ്റപ്പെടൽ തോന്നും, ശരീരത്തിൻ്റെ സൗന്ദര്യം എല്ലാം നഷ്ടപ്പെടും, ബന്ധങ്ങളൊക്കെ കുറയും. ഓക്കെ, ചേർത്ത് പിടിച്ചവരൊക്കെ അകലാൻ തുടങ്ങും. അവസാനം ജീവന് തന്നെ ഭീഷണിയാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നോർമലാണല്ലോ, ഇപ്പോൾ സിസ്റ്റർ നോർമലായി ഞാൻ അബ്നോർമലാകാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണുന്നത് പോലെ കാണില്ല, എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കില്ല, എല്ലാവരും പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കില്ല. അത് ആ സംഭവം വരുമ്പോഴാണ് നോർമലായ ഒരു വ്യക്തി അബ്നോർമൽ എന്ന് പറയുന്നത്. ഈ അവസ്ഥയിലേക്ക് കടന്നു പോകും, തട്ടിപ്പോകാനും മരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, എന്തിൻ്റെ കുറവ് കൊണ്ടാ? ദേ മുന്നിലിരിക്കുന്ന ഭക്ഷണവും വെള്ളവും സമയാസമയം കഴിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്നത്. ഇനി സയൻസ് പറയുന്നത് ശരിക്കും 21 ദിവസം വരെ ഒരാൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മരിക്കും. ഇനി ഒരാളുടെ രോഗപ്രതിരോധ ശേഷിയും ഇമ്മ്യൂണിറ്റി അതാണ് രോഗപ്രതിരോധ ശേഷിയും ആരോഗ്യവും പരിഗണിച്ച് മാക്സിമം ഒരു വ്യക്തിക്ക് ഇതൊന്നുമില്ലാതെ 21 ദിവസം ജീവിക്കാം. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ ദൈവത്തെ ചിന്തിച്ച് നോക്കെ, ഇതൊക്കെ മുൻകൂട്ടി അറിയുന്നത് കൊണ്ടായിരിക്കും ഒരു കാലത്ത് ഭക്ഷണമില്ലാതെ കുറച്ച് പേര് കഷ്ടപ്പെട്ടപ്പോൾ ഓൺ ദ സ്പോട്ടിൽ ദൈവം ഇടപെട്ടത്. അറിയോ? ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് പഴയ നിയമത്തിലൊന്ന് ഓർത്ത് നോക്കിയേ. മോശയും ഇസ്രായേൽ ജനങ്ങളും 1ഉം 2ഉം പേരുമല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ കാനാൻ ദേശം പ്രതീക്ഷിച്ച് യാത്രയായി അവർ മരുഭൂമിയിൽ പെട്ടുപോയി. ഭക്ഷണമില്ല, വെള്ളമില്ല. അപ്പോൾ എന്താ സംഭവിച്ചേ? ദൈവം ഒരു രാത്രിയിൽ ആകാശം അടുക്കളയാക്കി. 1ഉം 2ഉം ദിവസമല്ല, അവർ മരുഭൂമിയിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം ആകാശം അടുക്കളയാക്കി മധുരമുള്ള ഒരു അപ്പം ഉണ്ടാക്കി എല്ലാ ദിവസവും കൊടുത്തു. പിന്നെ എന്താ, വെട്ടുകിളികളെ അയച്ച് മാംസം കൊടുത്തു. മോശയുടെ കയ്യിലിരുന്ന വടി കൊണ്ട് ജസ്റ്റായിട്ടൊന്ന് പാറയെ തട്ടിയപ്പോൾ അതിൽ നിന്ന് വെള്ളം വന്നു. ആ വെള്ളം 1ഉം 2ഉം പേർക്കാണോ? ഈ ഇത്രയും ഉള്ള ലക്ഷക്കണക്കിനുള്ള മക്കൾക്ക് കുടിച്ച് തൃപ്തരാകാൻ പറ്റുന്ന വിധം പാറയിൽ നിന്ന് ജലമൊഴുകി, അല്ലേ? രണ്ടാമത് നമ്മൾ വീണ്ടും ഏലിയെ കാണും. ഏലിയ പ്രവാചകനെ കേട്ടിട്ടുണ്ടോ? വളരെ ശക്തനായ ഒരു പ്രവാചകനാണ്. പുള്ളിക്കാരൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നതൊന്നും കാണത്തില്ല, 1ഓ 2ഓ വാക്കുകൾ പറയും, പക്ഷെ അത് ഭയങ്കര പവറുള്ള വാക്കുകളാണ്. ഉദാഹരണത്തിന് ആഹാബ് രാജാവ് ജീവിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നതാണ് ഏലിയ പ്രവാചകൻ. അപ്പോൾ ഏലിയ പ്രവാചകൻ ഒരിക്കൽ പോയി ആഹാബ് രാജാവിൻ്റെ കൂടി പറയും, ഇനിമേൽ ഞാൻ പറയുന്നത് വരെ മഴയോ മഞ്ഞോ പെയ്യില്ല. ഇത്രയേ ഉള്ളൂ. പുള്ളി സ്ഥലം കാലിയാക്കി. പക്ഷെ അത് കഴിഞ്ഞ് മഴയും മഞ്ഞും ഒന്നും പെയ്തില്ല. അപ്പോൾ ആ രാജാവ് വെറുതെ ഇരിക്കുകയോ? രാജാവ് എന്നാ പ്രശ്നം ഉണ്ടാക്കി, സൈന്യം അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ പേടിച്ച് ഏലിയ പ്രവാചകന് മനുഷ്യനല്ലേ, പുള്ളി പേടിച്ച് പാത്ത് കെറീത്ത് നദിയുടെ അടുത്ത് പോയി പാർക്കും. അപ്പോൾ എന്നാ ജലം കെറീത്ത് എന്ന് കുടിക്കുന്നു. രണ്ടാമത് കാക്ക അറിയില്ല, ഏറ്റവും ആദ്യം ഭക്ഷണം കിട്ടിയ അകത്താക്കുന്നത് കാക്കയാണ്. കാക്കയിൽ ഭക്ഷണം കൊടുത്തു വിടുന്നു. അങ്ങനെ വെള്ളവും ഭക്ഷണവും കഴിച്ച് ഏലിയ പ്രവാചകൻ ജീവിച്ചു. ധാരാ കൊടുത്തത് ദൈവം പറഞ്ഞയച്ചു. ഓക്കെ,
ഇനി അടുത്ത് നമുക്ക് ഒരാളൂടെ കാണാം, ദാനിയേൽ പ്രവാചകൻ. അറിയാലോ, ദാനിയേൽ നല്ല മിടുക്കനായിട്ട് ഒരു പയ്യനായിരുന്നു. ബാബിലോണിൽ പോകുമ്പോൾ ആ ചെറുപ്പക്കാരൻ അവൻ വിശുദ്ധി കാത്തു സൂക്ഷിച്ചത് കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു. അതായത് ഒരു എക്സാമ്പിൾ പറയാം. സൈറസ് രാജാവിൻ്റെ കാലത്താണ്. അപ്പം അവിടെ ഉണ്ടായിരുന്ന വ്യാളിയാണ് ഈ ബാബിലോൺകാരെ ആരാധിച്ചിരുന്നത്. ദൈവത്തെ പോലെ കണ്ട് കുമ്പിട്ട് ആരാധിച്ച് അതിന് ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തിയ ഒരു വ്യാളി. ഡിനോസർ എന്നൊക്കെ പറയുന്നത് പോലെ വലിയ ഒരു സംഭവം. നമുക്ക് ഭാവനയിൽ കാണുന്നതിനെക്കാട്ടിൽ വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു ജീവി. അപ്പോൾ ഈ വ്യാലിയെ നമ്മുടെ ദാനിയേൽ കീലും ഒക്കെ ഉരുക്കി അതിനെ ഭക്ഷിക്കാൻ കൊടുത്തു. അത് ചത്തു. ഓക്കെ, അത് വയറ് പൊട്ടിച്ചത്തു. അപ്പം ആൾക്കാർ വെറുതെ ഇരിക്കുകയോ, അവരുടെ ദൈവത്തെ കൊന്നതുകൊണ്ട് അങ്ങനെ രാജാവിനോട് പറയുന്നു, അവസാനം ഇവന് ദാനിയേലിനെ സിംഹക്കൂട്ടിലടയ്ക്കും. ഓക്കെ, സിംഹക്കൂട്ടിൽ കിടക്കുമ്പോൾ മനുഷ്യനല്ലേ, വിശക്കത്തില്ലേ സമയത്തിന്. അപ്പം ദൂതന്മാർ വാ അടച്ചു പിടിച്ചു. ആരുടെ വാ? നമ്മുടെ സിംഹത്തിൻ്റെയൊക്കെ. പക്ഷേ ഇവന് വിശപ്പും ദാഹവും വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഹബക്കൂക്ക് എന്ന പ്രവാചകൻ അങ്ങ് ദൂരെ നിന്ന് പറത്തി അപ്പവും കറിയുമായിട്ട് നമ്മുടെ ദാനിയേലിൻ്റെ അടുത്ത് സിംഹക്കുഴിയിൽ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഭക്ഷണവും ഈ വെള്ളവും ശരീരത്തിന് ആവശ്യമാണെന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയാം. അത് നഷ്ടപ്പെട്ട കാലങ്ങളിലൊക്കെ ദൈവം പ്രൊവൈഡ് ചെയ്തു. ഇനി ഈശോ വന്നപ്പോഴും ചെയ്തില്ലേ? കാനായിലെ കല്യാണ വിരുന്നിൽ അവിടെ അവരുടെ തല കുമ്പിടാൻ പോകുന്ന ഒരവസരത്തിൽ നാണം കെട്ട് നിൽക്കേണ്ട ഒരു സമയത്ത് ദൈവം അവിടെ വെള്ളം വീഞ്ഞാക്കി അത് മാറ്റി അവിടെ സന്തോഷം കൊണ്ട് നിറച്ചു. അതുപോലെ തന്നെ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് വിളമ്പി കൊടുത്തത് നമുക്കറിയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ദൈവം നമ്മൾ വിശന്ന് തളർന്ന് കരിഞ്ഞിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ദൈവമല്ല. ഇടപെടും ഓൺ ദ സ്പോട്ട്. ദൈവത്തെ ചേർത്ത് പിടിക്കുന്നവർ ദൈവം ആ സ്പോട്ടിൽ ഇടപെടും. രണ്ടാമത്തത്, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് ശിരസ് കുനിച്ച് നമിച്ച് നിൽക്കാൻ ദൈവം ഇടവരുത്തില്ല. ദൈവത്തെ ചേർത്ത് പിടിക്കുന്നവരുടെ ജീവിതത്തിൽ ഈ വലിയ അപ്പൻ വരും, കടന്നു വരും, നമുക്ക് ആവശ്യമുള്ളത് നിറച്ചു തരും. അതുകൊണ്ട് ചേർത്ത് പിടിക്കുക. അത് മാത്രമേ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ചേർത്ത് പിടിക്കുക, സ്നേഹിക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം ചിന്തിച്ചപ്പോൾ ഈ ഭക്ഷണം ഉദരം നിറഞ്ഞിട്ടും അധരം കൊണ്ട് സ്തുതിപ്പുകളൊന്നും ഇവരിൽ നിന്ന് വരുന്നില്ല. എന്നുവെച്ചാൽ ദൈവമായിട്ട് കണക്റ്റഡ് ആവുന്നില്ല. നമ്മൾ പറയില്ലേ ജെല്ലാകുക, ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുക എന്നൊക്കെ പറയും. ഇതുപോലെ ദൈവമായിട്ട് അങ്ങ് മനുഷ്യർ ജെല്ലാകുന്നില്ല, ഒന്ന് സിങ്ക് ആകുന്നില്ല. ഓക്കെ, ഒന്ന് ആക്ടിവേറ്റഡ് ആകുന്നില്ല. ദൈവമായിട്ട് ഒന്ന് കട്ടയ്ക്ക് അങ്ങ് വരുന്നില്ല. ആ റിലേഷൻഷിപ്പ് ഒന്ന് സ്ട്രോങ് ആകുന്നില്ല. അപ്പോൾ ദൈവം ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ ഈ മക്കളെ തിരിച്ചു പിടിക്കാൻ, അവരെൻ്റെ പിള്ളേരാണല്ലോ, ഈ മക്കളെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് ഇവരെ തിരിച്ച് വീണ്ടും എൻ്റെ പറുദീസയിലേക്ക്, എൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന് അസാധാരണമായ കാഴ്ചകൾ കാണിച്ചു കൊടുക്കാനും പ്രവർത്തിക്കാനും എന്താ ഒരു വഴി? കാരണം ദൈവത്തിന് നമ്മളെ അത്രമാത്രം ഇഷ്ടമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കണ്ടിട്ടില്ലേ 3:16, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നഷ്ടപ്പെടാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സ്നേഹം കണ്ടോ, ദൈവത്തിൻ്റെ സ്നേഹം കൂടിക്കൂടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പം ദൈവത്തിന് നമ്മളെ നഷ്ടപ്പെടുമ്പോൾ എന്തുമാത്രം വിഷമമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ എന്നാ ദൈവം നമ്മൾ ലൂക്കാ സുവിശേഷത്തിൽ 2:10 കാണുന്നത് പോലെ ദൂതൻ വന്ന് പറഞ്ഞു, സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്ത, വലിയ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. അങ്ങനെയല്ലേ വചനം പറയുന്നത്? അപ്പോൾ നമുക്ക് വേണ്ടി ദൈവം ഏകജാതനെ നൽകി. അപ്പോൾ ക്രിസ്തു വരുമ്പോൾ ക്രിസ്തു എന്തൊക്കെ തന്നു? ക്രിസ്തു എല്ലാം തന്നു അല്ലേ? ബാക്കി വെച്ചത് എന്തുണ്ട്? ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മാറ്റി വെച്ചതൊന്നുമില്ല. ചങ്കും ചോരയും ഉൾപ്പെടെ എല്ലാം തന്നു. നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് ഡിഗ്നിറ്റി തന്നു. സ്നേഹിക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞ് ചേർന്ന് നിന്നു. എല്ലാം തന്നു. സൗഖ്യം തന്നു. അങ്ങനെ എല്ലാം ദൈവം നമുക്ക് തന്നു. പ്രിയമുള്ളവരെ, ഇനി ഞാൻ ചോദിക്കുവാണേ, ഇനി ഒരു കാര്യം കൂടിയുണ്ട്. തന്നതിൽ അവസാനം ഈശോയെ കുരിശിൽ കയറുന്നതിന് മുമ്പ് മനുഷ്യരെല്ലാം ഒറ്റപ്പെടുത്തി കുരിശിൽ തറയ്ക്കുമെന്ന് അറിഞ്ഞ ആ ദിവസം, തലേ ദിവസം അല്ലേ, ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഇത് വാഴ്ത്തിയ അപ്പം അല്ല കേട്ടോ, ഈ അപ്പം ഇതുപോലെ എടുത്തുയർത്തിയിട്ട് എന്താ പറഞ്ഞത്? കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, മക്കളെ ദാ വാങ്ങിക്കഴിച്ചു, ഇത് എൻ്റെ ശരീരമാണ് അല്ലേ, വിളമ്പിക്കൊടുത്തു. അതുപോലെ തന്നെ എന്ത് ചെയ്തു? വീഞ്ഞെടുത്ത് ഉയർത്തി വാഴ്ത്തി അത് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പാനം ചെയ്യുവിൻ,
നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ഉടമ്പടിയാണ്, എൻ്റെ രക്തമാണ്, അല്ലേ? അതാണ് അപ്പവും വീഞ്ഞും അവസാന ദൈവം നമുക്ക് തന്നു. ഇനി എൻ്റെ ചോദ്യം പഴയ ചോദ്യത്തിലേക്ക് വീണ്ടും വരുവാണ്. ജസ്റ്റ് ആദ്യം ചോദിച്ചത് എന്താ? ഭക്ഷണം ഇല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? അപ്പം നമുക്ക് പറ്റില്ല. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞ് ഏതവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകും. രണ്ടാമത് സയൻസിലും അത് പറ്റില്ല എന്ന് സ്ഥിരീകരിച്ച സംഭവമാണ്. എന്നാൽ എൻ്റെ മക്കളെ, ഈശോ എടുത്തുയർത്തിയ ഈശോയുടെ ശരീരമായ ഈ അപ്പവും വീഞ്ഞും കുടിച്ച് ജീവിച്ചവരുണ്ട് ഈ ലോകത്ത് കേട്ടോ. മാത്രം അപ്പം മാത്രം ഭക്ഷിച്ച് ദൈവം വിളമ്പി തന്ന വിശുദ്ധ കുർബാന അപ്പം മാത്രം കഴിച്ച് ജീവിച്ചവര് ഈ ലോകത്തിലുണ്ട്. ഒരു ദിവസമല്ല, 21 ദിവസമല്ല, 21 വർഷമല്ല, അതിനേക്കാൾ ഉപരി എൻ്റെ അറിവിൽ 36 വർഷം വരെ വെറും ഈശോ വിളമ്പി തന്ന, സ്വർഗം വിളമ്പി തന്ന വിശുദ്ധ കുർബാന മാത്രം കഴിച്ച് ജീവിച്ചവരുണ്ട്. ഒന്ന് വിശുദ്ധ അലക്സാണ്ടർ ഡെക്കോസ്റ്റ 30 വർഷം, മദർ തെരേസ ന്യൂമാൻ 36 വർഷം. വിചാരിക്കുക എങ്ങനെ, അല്ലേ? ബുദ്ധി യുക്തിയും കൊണ്ട് ചിന്തിച്ചാൽ ഒന്നും പറ്റത്തില്ല, പക്ഷെ നമുക്ക് തെളിവുകളുണ്ട്. ചരിത്രം അതാണ് പറയുന്നത്. ഇനി വിശുദ്ധ ജോസഫ് കുപ്പത്തീനോ 5 വർഷം, ബ്രദർ ക്ലൗസ് 10 വർഷം, ട്രീസ് ഓഫ് അവിലയിലെ അമ്മ ത്രേസ്യ. ഇത്രയും ആൾക്കാര് വെറും കുർബാനയപ്പം കൊണ്ട് ജീവിച്ചവരാ എന്ന് പറഞ്ഞാൽ, വചനം പറയുന്നില്ലേ, യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ കാണാം 6:54 എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യജീവൻ പ്രാപിക്കും, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഈ അപ്പം കഴിച്ചാൽ ഇത് സംഭവിക്കുമോ? അല്ലേ? ഇത് ഭക്ഷണം നമ്മുടെ ശരീരമൊക്കെ ഒന്ന് സെറ്റാക്കാൻ, ചിന്തയും മനസ്സിനെയും ശരീരത്തെയൊക്കെ സ്വാധീനിക്കാൻ, പുഷ്ടിയോടെ നിർത്താൻ നമുക്ക് ഈ അപ്പം വേണം. ഈ അപ്പം കഴിച്ചവരൊക്കെ മരിച്ചുപോയി, അല്ലേ? അവര് ദൈവത്തോട് അടുത്തു എന്ന് പറയാൻ പറ്റില്ല, അടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ മനുഷ്യർ ഈ അപ്പം മാത്രം കഴിച്ചിട്ട് അവരെല്ലാം മരിച്ചുപോയി. എന്നാൽ എൻ്റെ പ്രിയ മക്കളെ, ഈ അപ്പം കഴിച്ചാൽ ജീവിക്കാനുള്ള ഉശിര് കിട്ടും, പ്രാപ്തി കിട്ടും. ദൈവത്തെ ചേർത്ത് പിടിച്ച് വലിയ വലിയ നിലവാരത്തിൽ ജീവിക്കാനും, ഉയർന്ന ചിന്തകളോടെ ജീവിക്കാനും, കാറ്റും പ്രതിസന്ധിയും കോളും ഒക്കെ വന്നാൽ തകർന്നടിയാതെ ജീവിക്കും. അതാണ് ഈ വിശുദ്ധ കുർബാനയപ്പം. വചനത്തിൽ പറയുന്ന തന്നെ ഈ ലോകം ജീവിതത്തിൽ മാത്രമല്ല, നിത്യമായി ജീവിക്കാൻ ദൈവത്തോട് അടുപ്പിക്കുന്നത്. അപ്പം പിന്നെ സിസ്റ്റർ തെളിവ് കാണിച്ചു. 36 വർഷമൊക്കെ ജീവിക്കുക എന്ന് പറയുന്ന അസാധ്യമായ കാര്യങ്ങളാണ്. അതൊക്കെ നമ്മുടെ പൂർവികരെ, അങ്കിളും ആൻറ്റിയുടെ ഒക്കെ പ്രായമുള്ളവരെ, പൂർവികര്. നമുക്കും ഈ അപ്പം ദൈവം വിളമ്പി തന്നു. നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷനുണ്ട്. ഈ അപ്പത്തിന് പ്രാധാന്യം കൊടുത്ത് ഇതിനു വേണ്ടി മാത്രം ജീവിച്ച് മരിക്കാം. രണ്ടാമത്തത്, ഈ അപ്പത്തിനേക്കാൾ ഉപരി സ്നേഹിക്കുക, ഈ അപ്പത്തിന് വേണ്ടി ഓടുക, ഈ അപ്പത്തിന് വേണ്ടി ആഗ്രഹിക്കുക. അപ്പോൾ മനസ്സിലായല്ലോ ഈ അപ്പത്തിൻ്റെ വിലയും പ്രാധാന്യവും. ഇനി വീഞ്ഞിനെ പറ്റി ജസ്റ്റ് ചുമ്മാ ചിന്തിക്കുക. സിസ്റ്ററിന് ആക്സിഡൻറ്റ് പറ്റി, എനിക്ക് O പോസിറ്റീവ് രക്തം വേണം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരെ അറിയിച്ചു. അവർ 2-3 പേരെ കൊണ്ടുവന്നു. 2-3 പയ്യന്മാരെ കൊണ്ടുവന്നു. അവരെ ഉടനെ ക്ലിനിക്കിൽ കയറ്റി ഉടനെ അവിടെ രക്തം എടുത്ത് എനിക്ക് തരുമോ? ഇല്ല, അല്ലേ? അവരാദ്യം അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കും. അവരെ രക്തം ഒരു സാമ്പിളിനെടുത്ത് പരിശോധിച്ച്, അവരുടെ ആരോഗ്യമുള്ള രക്തമാണ്, വേറെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, കോംപ്ലിക്കേഷനൊന്നുമില്ല എന്നറിഞ്ഞാൽ മാത്രമേ രക്തം ഒരു കുപ്പിയിൽ ശേഖരിച്ച് പിന്നെ ഉചിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് തരത്തുള്ളൂ, അല്ലേ? എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അവരിങ്ങനെ നഴ്സുമാർ, ഡോക്ടർമാർ ഡീറ്റെയിൽ കളക്ട് ചെയ്യുന്നത്? അസുഖങ്ങൾ അറിയാൻ. അഥവാ ഉണ്ടെങ്കിൽ ബ്ലഡ് വഴി പകരുന്ന അസുഖങ്ങൾ ഏതെന്നറിയോ? നിങ്ങൾ വലുതാകുമ്പോഴൊക്കെ പഠിക്കുക. എയ്ഡ്സ് എന്നുള്ള ഒരു മാറാരോഗം വരുന്നത് ഈ ബ്ലഡ്, നമ്മൾ ആ രോഗമുള്ള വ്യക്തിയുടെ ബ്ലഡ് നമ്മുടെ രക്തത്തിലേക്ക് കലർന്നാൽ, അത് സൂചി വഴിയോ സിറിഞ്ച് വഴിയോ ഒക്കെ വന്നാൽ എനിക്ക് അതേ അസുഖം പിടിപെടും. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, അങ്ങനെ ചില രോഗങ്ങൾ ബ്ലഡ് വഴി പകരും. ഇത് നെഗറ്റീവാണ്. ഇനി ഇതിനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചേ. അപ്പോൾ നല്ല രക്തമാണ്, ക്വാളിറ്റിയുള്ള രക്തമാണ്, ആരോഗ്യമുള്ള രക്തമാണെങ്കിൽ അതുപോലെ എനിക്കും വരാൻ സാധ്യതയില്ലേ? യെസ്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയ മക്കളെ, ഈശോ തന്ന തിരുരക്തം നമ്മൾ കുടിക്കുമ്പോൾ, പാനം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ രീതികളും ദൈവത്തിൻ്റെ ആ ദൈവികതയിലേക്ക് വരാനുള്ള സാധ്യതയില്ലേ? അതിനാലാണ്
അപ്പം സിസ്റ്റർ ആദ്യം പറഞ്ഞായിരുന്നു മനുഷ്യനും ദൈവമായിട്ട് അങ്ങ് ജെല്ലാകുന്നില്ല, നമ്മളങ്ങ് കണക്റ്റഡ് ആകുന്നില്ല, ഭൗതികമായ ഭക്ഷണം കഴിച്ച് നമ്മൾ സാധാരണ ആൾക്കാരെ പോലെ ജീവിച്ചങ്ങ് മരിക്കുന്നു, കണക്റ്റഡ് ആവുന്നില്ല. പക്ഷേ ഈ ഈശോ പ്രത്യേകമാംവിധം വിളമ്പിത്തരുന്ന അപ്പവും തിരുരക്തവും കഴിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ദൈവത്തിൻ്റെ ആത്മീയതയിലേക്ക് നമ്മൾ ഇങ്ങനെ ഉൾച്ചേരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ജെല്ലാകുന്നു. ദൈവത്തിൻ്റെ മനസ്സ് വായിച്ചെടുക്കാൻ നമുക്ക് ഈ തിരുശരീര രക്തം പാനം ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നു. അവസാനം നിത്യജീവിതത്തിലേക്ക് നമ്മൾ ഈശോയോടൊപ്പം ഉയർപ്പിക്കപ്പെടുന്നു. ഓക്കെ, ഇനി ഈ വിശുദ്ധ കുർബാനയോട് സ്നേഹം വരാൻ, ഓക്കെ, ഈ കുർബാന കഴിക്കാനുള്ള ഒരു ആർത്തി. നമ്മൾ സദ്യ കഴിക്കാറില്ലേ? സദ്യ ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ സദ്യക്ക് ഇങ്ങനെ ക്യൂ നിൽക്കും. എന്താണ്, വെഡ്ഡിങ്ങിൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ വിശുദ്ധ ബലിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒത്തിരി ആൾക്കാർ വരുമ്പോൾ ക്യൂ നിൽക്കും. അപ്പം നമുക്ക് വിശപ്പ് വരും അല്ലേ? 1 മണിയായി 1:30 ക്യൂ കാരണം നമുക്ക് പന്തിയിലിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ പന്തിയിൽ കയറി ഇരുന്ന് ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോൾ എന്നാ ടേസ്റ്റി ആയിരിക്കില്ലേ? ആസ്വദിച്ച് അങ്ങനെ കഴിക്കും. ഓക്കെ, ഇതുപോലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഒരു സദ്യക്ക് മുമ്പിലിരുന്ന് ആർത്തിയോടെ സദ്യ കഴിക്കുന്നവൻ്റെ ഫീലോടുകൂടി ആയിരിക്കാം. രണ്ടാമത്തത്, സദ്യ ഒന്ന് കഴിച്ചു, രണ്ടാമത്തെ നിലയിൽ ഇച്ചിരിയൊക്കെ കഴിച്ചു, വീണ്ടും സദ്യ വിളമ്പി മുന്നിൽ വെച്ചാൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും? പെട്ടുപോയ അവസ്ഥയില്ലേ? യോ, ഇതൊക്കെ ഇനി കഴിച്ചു തീർക്കണമല്ലോ, എന്നെ കൊണ്ട് പറ്റുമോ? വേണ്ട, ഞാൻ എനിക്ക് ആവശ്യമില്ല, എങ്കിലും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇച്ചിരിയൊക്കെ നമ്മൾ കഴിക്കുന്നു. ഇതേ അവസ്ഥയിലും ഒരു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം. അപ്പം എൻ്റെ പ്രിയ മക്കളെ, നമുക്ക് ഒരു സദ്യ ആർത്തിയോടെ കഴിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ഭക്ഷണം, ഈ വിശുദ്ധ ഭക്ഷണം, സ്വർഗം ഒരുക്കിയ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞേട്ടെ. ഓക്കെ, ഒന്നാമത്തേത്, എല്ലാ ദിവസവും ഒരു പ്രാർത്ഥന, ഒരു കുഞ്ഞി പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ എന്നെ തന്നെ പരിപൂർണമായി അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഓക്കെ, എന്താണ് ഒന്നാമത്തെ ലൈൻ? ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ എന്നെ തന്നെ പരിപൂർണമായി അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. എൻ്റെ ഓരോ ശ്വാസോച്ഛ്വാസവും, എൻ്റെ ഓരോ ഹൃദയത്തുടുപ്പും, എൻ്റെ പ്രവർത്തികളും എൻ്റെ വികാരങ്ങളും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ആമേൻ. ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? നമ്മളൊന്ന് കാണാതെ പഠിച്ചേ. ഈശോയുടെ തിരുഹൃദയമേ, ഈശോയുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റവും സുരക്ഷിതമായ പ്ലേസ് അവിടെയാണ്. ഓക്കെ, ഏറ്റവും ശ്രേഷ്ഠമായ സുന്ദരമായ സ്ഥലം. ഓക്കെ, അറ്റാക്ക് ചെയ്യാതെ സുരക്ഷിതമായിട്ടിരിക്കാൻ. അപ്പോൾ ഈശോയോട് പറയാം: ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ എന്നെ തന്നെ പരിപൂർണമായി അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. എൻ്റെ ഓരോ ഹൃദയത്തുടുപ്പും, എൻ്റെ ഓരോ ശ്വാസോച്ഛ്വാസവും, എൻ്റെ പ്രവർത്തികളും എൻ്റെ വികാരങ്ങളും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ആമേൻ. ഓക്കെ, ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. രണ്ടാമത്തത്, ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങൂലേ? ആ ഒരുങ്ങി ഇങ്ങനെ നടന്നു പോകത്തില്ലേ പള്ളി വരെ? ആ സമയത്തൊക്കെ നമുക്ക് പറയാം: ഈശോയെ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ, ഈശോയെ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ഇങ്ങനെ കുറേ തവണ എണ്ണി 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 പ്രാർത്ഥിക്കാം. ഇനി നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ലൈനിൽ നിൽക്കില്ലേ? അച്ഛനോ സിസ്റ്ററൊക്കെ അപ്പവും വീഞ്ഞുമായിട്ട് വരുമ്പോൾ ഈശോയുടെ തിരുശരീരം നിറഞ്ഞ് വിളമ്പിത്തരുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട പ്രാർത്ഥന ഇങ്ങനെയാണ്: ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണേ, ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ, ഈശോയെ, ഞാനൊരു പാവിയാണ്, ഒത്തിരി കുറവുകളുണ്ട്, ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണേ. ഇങ്ങനെ പ്രാർത്ഥിച്ച് വേണം ഇങ്ങനെ ലൈനിൽ നിന്ന് ഈശോയെ സ്വീകരിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ഇരിക്കുമല്ലോ, നമ്മുടെ സീറ്റിൽ വന്ന് നമ്മളിങ്ങനെ മുട്ടുകുത്തി ഇന്ന് പ്രാർത്ഥിക്കുമല്ലോ. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്ക് നന്ദി പറയണം, നമ്മുടെ ഹൃദയത്തിൽ വന്നതിന് താങ്ക് യു പറയണം, ജീവിതത്തിൽ നടന്ന എല്ലാ അനുഗ്രഹങ്ങളൊക്കെ പെറുക്കി നന്ദി പറയുക. അതിനുശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക. ഇത്രയും ചെയ്യില്ലേ? ഇനി ലാസ്റ്റ് ഈശോയെ ഇങ്ങനെ പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ജീവിതം കളഞ്ഞ കുറേ ആൾക്കാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്. ഒന്ന് വിശുദ്ധ താർസിയൂസ്, ഒരു കുഞ്ഞി പയ്യനാണ്. ഈശോയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചതിന് വേണ്ടി മരിക്കേണ്ടി വന്ന ഒരു പയ്യൻ. ഓക്കെ, അപ്പോൾ വിശുദ്ധ താർസിയൂസിനോട് പ്രാർത്ഥിക്കാം. അതുപോലെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് കാർലോ അക്യൂറ്റസ് അല്ലേ? വെബ്സൈറ്റിൽ വിശുദ്ധ കുർബാനയായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു പയ്യൻ. അടുത്തത്
പയസ് 10th പിതാവ്, ഓക്കെ, വിശുദ്ധ പയസ് 10th പിതാവ് വിശുദ്ധ കുർബാനയെ ഒത്തിരി സ്നേഹിച്ച പിതാവാണ്. അതിനുവേണ്ടി നിയമങ്ങളൊക്കെ, കുഞ്ഞു കുട്ടികളൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൻ്റെ പ്രായമൊക്കെ കുറച്ചത് പിതാവാണ്. അപ്പോൾ ഇവരോടൊക്കെ നമുക്ക് മാധ്യസ്ഥം യാചിക്കാം. നിങ്ങൾ എങ്ങനെയാണ് ഈശോയെ സ്നേഹിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കിയത്, അതുപോലെ മനസ്സിലാക്കാനുള്ള ഒരു കൃപ എനിക്കും തരണേ. വിശുദ്ധ താർസ്യൂസേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. വിശുദ്ധ കാർലോ അക്വിറ്റസേ, നിന്നെപ്പോലെ ഈശോയെ സ്നേഹിക്കാനും ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുക്കാനും കഴിവുകളൊക്കെ ഈശോയ്ക്ക് വേണ്ടി ഈശോയെ പ്രചരിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാൻ വേണ്ടി എടുത്ത് വിനിയോഗിക്കാൻ വേണ്ടി എന്നെയും ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അതാ പയസ് 10th. ഇതുപോലെ നമ്മുടെ വിശുദ്ധരോട് നമുക്ക് പ്രത്യേകം മാധ്യസ്ഥം യാചിക്കാം. ഓക്കെ, അപ്പോൾ കൺക്ലൂഡ് ചെയ്യട്ടെ. ചുരുക്കി പറയുവാണ്, ഇത്രയും നേരം സിസ്റ്റർ പറഞ്ഞത് ഇന്ന് എന്തിനെ പറ്റിയാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത്? വിശുദ്ധ കുർബാനയെ പറ്റിയുടെ പ്രാധാന്യത്തെ പറ്റിയാണ്. അത് പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ ഈ ഫുഡൊക്കെ കൊണ്ടുവന്നത്. ഓക്കെ, ഫുഡും വെള്ളമൊക്കെ കൊണ്ടുവന്നത്. ഇതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, മാനുഷികമായിട്ട് പറ്റില്ല. സയൻസ് വരെ പ്രൂവ് ചെയ്തതാണ്. എന്നാൽ ഈ വിശുദ്ധ അപ്പം കഴിച്ച് ഭക്ഷിച്ച് ജീവിച്ച ആൾക്കാരുണ്ട്. അത് മാത്രം നമ്മുടെ വീട്ടിൽ തന്നെ ആൾക്കാരെയൊക്കെ നോക്കി, ചിലവർ നല്ല പ്രാർത്ഥനയോടുകൂടി നോമ്പ് കാലമൊക്കെ വരുമ്പം മറ്റ് ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കും. എങ്കിലും അവർ ഡീഹൈഡ്രേറ്റഡ് ആകുകയോ ശരീരം തളർന്ന് ഒരു ജോലിയും ചെയ്യാൻ പറ്റാതാകുകയോ ഒന്നുമില്ല. അവർ ഉഷാറോടുകൂടി മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ വിശുദ്ധ കുർബാനയും ഈ ഭക്ഷണവും തമ്മിലുള്ള വ്യത്യാസം, ഇത് കഴിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നു. ഈ അപ്പോൾ സ്നേഹത്തോടു കൂടി ആഗ്രഹത്തോടെ കഴിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. ഈശോയെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാനും ഈശോയെ പോലെ ആകാനുമുള്ള സാധ്യതകൾ ഏറെയാണ്, അല്ലേ? നമ്മൾ എന്താണോ കഴിക്കുന്നത് നമ്മുടെ ഭാഗമായി മാറുന്നത് പോലെ, നമ്മൾ എന്താണോ കേൾക്കുന്നത് അത് നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നത് പോലെ, എന്താണോ ഭക്ഷിക്കുന്നത് ആഗ്രഹത്തോടെ വിശുദ്ധിയോടെ ഭക്ഷിക്കുമ്പോൾ അത് നമ്മളിലേറെ മാറ്റം കൊണ്ടുവരും. അല്ലെങ്കിൽ ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ ചെയ്താൽ ചിലപ്പോൾ ഒരുപക്ഷെ യൂദാസിൻ്റെ അനുഭവം ആയിരിക്കും. യൂദാസും ഈശോയുടെ ചൂടറിഞ്ഞ ആളല്ലേ, ഈശോയുടെ സ്വപ്നം മനസ്സിലാക്കിയ ആളല്ലേ, ഈശോയോട് ചേർന്ന് നടന്ന ആളല്ലേ, ഈശോ പ്രത്യേകം സെലക്ട് ചെയ്ത ആളല്ലേ. എന്നിട്ട് എന്താ സംഭവിച്ചേ? അവൻ്റെ ചിന്തകൾ വേറെ ആയിരുന്നു, ആ ഈശോയോട് അധികം ഇഷ്ടം ഇല്ലായിരുന്നു, വേറെ സമ്പത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അങ്ങനെയൊക്കെ ക്ലൈമാക്സ് നമുക്കറിയാമല്ലോ. വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷമാണ് പിശാച് അവനിൽ കടന്നു എന്ന് പറയുന്നത്. അവൻ പോയി ഒറ്റിക്കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ നമ്മൾ ആകരുത് മക്കളെ. നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ആകാനുമുള്ള സാധ്യത ഉണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അല്ലേ? അപ്പം നമുക്കത് വേണ്ട. അപ്പം അതിനോട് ആഗ്രഹം ഇല്ലെങ്കിൽ, വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ഒരു ഉഷിരില്ലെങ്കിൽ, ഒരു തീഷ്ണതയില്ലെങ്കിൽ, സിസ്റ്റർ പറഞ്ഞു, നമുക്ക് തിരുഹൃദയത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പറയാം, ഈശോ എൻ്റെ ഹൃദയത്തിൽ വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. മൂന്നാമത്തത്, പരിശുദ്ധ കുർബാനയെ പ്രണയിച്ചവരോട് നമുക്ക് പ്രാർത്ഥനാ സഹായം യാചിക്കാം. അവരോടൊന്ന് നമ്മളെ ഒരുക്കിയെടുക്കണേ, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും വിശുദ്ധ കുർബാന ഭക്ഷിച്ചും കൂടുതൽ യോഗ്യതയുള്ളവരാകാൻ, കൂടുതൽ ദൈവത്തെ പ്രണയിക്കുന്നവരായി മാറാം. ഓക്കെ, ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.